ഈ മന്ത്രി വീണ ജോർജിനെതിരെയും ഗൺമാനെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇപ്പോൾ പുതിയൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് അങ്ങനെ ഒരു കേസ് കൊടുക്കാനുണ്ടായ കാരണം? വാസ്തവത്തിൽ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരു മന്ത്രി ഒരു സാധാരണക്കാരനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി അല്ലെങ്കിൽ കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ ജയിലിലടക്കുക എന്ന ഉദ്ദേശത്തിൽ കള്ളക്കേസ് കൊടുക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടിക്കോവിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് ലോകത്തെ മുഴുവൻ ആളുകളും കണ്ടു കഴിഞ്ഞു. ആ കണ്ടു കഴിഞ്ഞ ഒരു സംഭവത്തെയാണ് ഇത്രമാത്രം വികലമാക്കി വ്യാജമായ പ്രചരണം കൊടുത്ത് വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ഈ പ്രതികളായി ഇവർ വിശേഷിപ്പിക്കുന്ന KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിഴൽ പോലും മന്ത്രിയുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയ പോലീസുകാർ ഈ സമരം നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തിയ കുട്ടികളെ അതിഭീകരമായി മർദ്ദിക്കുകയും പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ ജനങ്ങളെല്ലാവരും കാണുകയാണ്, ലൈവായിട്ട് ഉൾപ്പെടെ കണ്ടു. ആ സംഭവത്തിന് അവിടെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞ് വാട എന്ന് വിളിച്ച് പറയുന്നതൊക്കെ എല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ അതിനെയാണ് അവിടെ നിന്ന് മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി അവിടുന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വരെ ചിരിച്ചും സംസാരിച്ചും ഒക്കെ പോയ മന്ത്രി അവിടെ ഒരു ഫോൺ കോൾ വന്ന സമയത്താണ് അവിടെ മുഖഭാവം മാറുന്നത്, അവർ അസുഖം അഭിനയിക്കുന്നത്, അവിടെ നിന്ന് ബാറ്ററി ഓപ്പറേറ്റർ കാറിൽ നേരെ തിരിച്ച് പുറത്തേക്ക് വരുന്നതും കാറിൽ കയറി പോകുന്നതും. വലിയ മാരകമായ അസുഖമുണ്ടെന്ന് പറഞ്ഞ് ICUയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നു. ആ മെഡിക്കൽ ബുള്ളറ്റിനകത്ത് അവർക്ക് വിശ്രമമൊക്കെ പറഞ്ഞു, യാത്ര പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ വെളുപ്പിന് ആരും കാണാതെ കാറിൽ തന്നെ 500 കിലോമീറ്റർ അകലെ പോകുന്നതിന് ഒരു പ്രയാസമില്ല. അപ്പോൾ അഭിനയിച്ചിട്ട് കള്ളക്കേസുണ്ടാക്കി 4 ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ ജയിലഴിക്കുള്ളിലേക്ക് ആക്കുക എന്ന ഹീനമായ പ്രവൃത്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത്. അത് തെറ്റാണ്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് തെറ്റുകൾ ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ വകുപ്പുകളുണ്ട്, അവരുടെ പേരിൽ കേസുകൾ എടുക്കാൻ വകുപ്പുകളുണ്ട്. ആ വകുപ്പനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡിലെ 211 വകുപ്പ്, പുതിയ BNSലെ 248 വകുപ്പ് പ്രകാരം അവർ ശിക്ഷാർഹമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന നിലയിലാണ് കോടതി മുമ്പാകെ ഈ കാര്യം ബോധിപ്പിച്ചിട്ടുള്ളത്. ആ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ വിധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റമാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. അതിന് തെളിവിലേക്കായിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ, ഞങ്ങളാരും കൊണ്ടുപോകുന്നില്ല വീഡിയോ, ആ CCTV ക്യാമറ, അതിൽ നിന്നുള്ള ഫുട്ടേജ്, അത് സമൺ ചെയ്യണം എന്നുൾപ്പെടെയുള്ള ഉപഹർജി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ട്. കേസ് 2-3, അതായത് ഞായറാഴ്ച നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അന്നത്തേക്ക് അവരെ നോട്ടീസ് RPFൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് നോട്ടീസ് കൊടുക്കാനാണ് ഉത്തരവായിട്ടുള്ളത്. ഈ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഈ മന്ത്രി ഇത്തരത്തിലുള്ളൊരു കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ പറയാൻ കാരണം എന്തൊക്കെയാണ്? ഈ ആക്രോശിച്ച് അങ്ങോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ആ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. മന്ത്രിക്ക് പരിക്ക് പറ്റിയെങ്കിൽ ആ പരിക്കുണ്ടാക്കിയവർ ഈ വിദ്യാർത്ഥികളല്ല, അവിടെയുള്ള പോലീസുകാരും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും. ഈ വിദ്യാർത്ഥികൾ നിരപരാധികളാണ്, അതെല്ലാവർക്കും അറിയാം. സ്വകാര്യ സംഭാഷണത്തിൽ ആരും സമ്മതിക്കും. മന്ത്രി എന്തോ വെളുപ്പിച്ചെടുക്കാൻ, അതായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നു. കേരളത്തിലെ ആരോഗ്യ മേഖല തകർത്ത് തരിപ്പണമാക്കിയ ഒരു മന്ത്രി എന്ന ഖ്യാതിയിലാണ് അവർ അധികാര സ്ഥാനത്ത് നിന്ന് വിട്ടൊഴിയാൻ പോകുന്നത്. ആഴ്ചകൾ കഴിയുമ്പോൾ അവർ അവസാനിക്കും. അപ്പോൾ അതിനു മുൻപ് തൻ്റെ ദേഹത്തുള്ള കറകളൊക്കെ ഒന്ന് കഴുകി വെളുപ്പിച്ചെടുക്കാം എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു നാടകമാണിതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത് ആ വെളുപ്പിച്ചെടുക്കുന്നതിന് പകരം ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതായാലും അത് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരണം. ഇത്തരം കള്ളക്കേസ് കൊടുത്ത് ആളുകളെ ശിക്ഷിക്കുന്ന, അതല്ലെങ്കിൽ ജയിലഴിക്കുള്ളിലാക്കുന്ന നടപടികൾ ഒരു അധികാര സ്ഥാനത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല.
പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ട് ചുമതല ഏറ്റെടുത്ത ഒരു മന്ത്രി ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ അപ്പം പിടിച്ച് പുറത്താക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ടുപ്രതിയായി ചേർക്കേണ്ട ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ്, ആ സമയത്താണ് സംഭവം. ഇത് അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ തെറ്റായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നേരിട്ട് കണ്ട ഒരു വസ്തുതയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ മാർഗത്തിൽ, ജനാധിപത്യ മാർഗത്തിൽ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് കോടതി മുമ്പാകെ ഇത്തരമൊരു ഹർജി ബോധിപ്പിക്കാൻ ഞാൻ മുന്നോട്ട് വന്നത്. ഈ CCTV ദൃശ്യം പുറത്തു വരാത്തത് ഏതെങ്കിലും ദുരൂഹതയുടെ ഭാഗമായിട്ടാണോ? ആയിരിക്കാം. കാരണം സാധാരണഗതിയിലൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ അപ്പം പുറത്തു വരും. ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിടാത്തതെന്നാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിടുകയാണ് വേണ്ടത്. കാരണം ജനങ്ങൾ സത്യം അറിയണം. സത്യം അറിയേണ്ട അവകാശം അത് ജനങ്ങൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്ത് കാര്യം, നല്ലതായാലും മോശമായാലും, അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അത് തടഞ്ഞു വെക്കുകയാണ്. അത് നാളെ ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ആ ഫൂട്ടേജ് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടത്. അതിനാണ് നോട്ടീസ് ഉത്തരവായിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ നമുക്കൊക്കെ അറിയാം, മന്ത്രിയുടെ ശരീരഭാഷ. മന്ത്രി കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവരുടെയും മെക്കിട്ട് കയറുകയും അസംബ്ലിക്കകത്ത് തന്നെ അവരുടെ ശരീരഭാഷയും അവരുടെ പ്രസംഗവും ആ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ തന്നെ പൊതുസമൂഹം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ജനങ്ങളെ ഒരു യജമാനന്മാരായിട്ട് കണ്ടിട്ടല്ല, അവരാണ് യജമാനൻ, ഞാനാണ് ഇവിടെ അധികാരി എന്ന ഒരു ഭാവത്തിലാണ് അവർ പെരുമാറുന്നത്. അവർക്കൊക്കെ തക്കതായ ശിക്ഷ ജനകീയ കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങാനുണ്ട്. അതൊക്കെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം.